ആൾക്കൂട്ടത്തിൽ തനിച്ചു നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവരിൽ ഒരുവനാണ് ദിനേശ് ഷെണായി. സെയിൻറ് ആൽബർട്ട്സ് സ്കൂളിലും കോളേജിലുമൊക്കെ ആയിരുന്നു ഷെണായിയുടെ പഠനവും ബാല്യകാലവുമൊക്കെ. ഷെണായി അന്നും ആൾക്കൂട്ടത്തിൽ തനിച്ചു തന്നെയായിരുന്നു. സുഖമില്ലാത്ത പിതാവിനെ കൂടി നോക്കേണ്ട ഉത്തരവാദിത്തം 15-ാമത്തെ വയസ്സിൽ തന്നെ തോളിലേറ്റുമ്പോൾ ഒരിക്കലും പതറാത്ത ചുവടുകൾ വയ്ക്കുവാൻ ഷെണായി പഠിച്ചു കഴിഞ്ഞിരുന്നു. പഠനത്തോടൊപ്പം സ്വകാര്യ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമായിരുന്നു ആകെയുള്ള സഹായം. താമസം പിതൃസഹോദരൻ്റെ കുടുംബത്തോടൊപ്പം അവരുടെ വീട്ടിൽ. ആ വീട്ടിലെ മുഴുവൻ ജോലിയും എടുത്തിരുന്ന തൻ്റെ അമ്മ ഒരിക്കൽ പോലും പരിഭവം പറയുന്നത് ഷെണായി കേട്ടിട്ടില്ല. തലചായ്ക്കാൻ മറ്റൊരിടം തൽക്കാലം ഇല്ല എന്നുള്ളതായിരിക്കാം അങ്ങനെയൊരു പരാതി ഉണ്ടാകാതിരുന്നത് എന്ന് ഇദ്ദേഹം ഓർമ്മിക്കുന്നു. വരയുടെ തുടക്കം സത്യം പറഞ്ഞാൽ അത് എപ്പോഴാണ് തുടങ്ങിയതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ശരിക്കും വര പഠിക്കാനായിട്ടൊന്നും അങ്ങനെ അധികം പോയിട്ടുമില്ല. ഞാൻ കണക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കണക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. പ്രസംഗം എഴുതി കൊടുക്കാൻ പോകുമായിരുന്നു. അങ്ങനെയുള്ള ജോലികളുടെ ഇടയിൽ ഒരു വീട്ടിൽ കണക്ക് പഠിപ്പിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു കൊച്ചമ്മ വേറെ ഏതോ സ്കൂളിൽ പോയിട്ട് പടം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവരുടെ ചിത്രങ്ങളിലുള്ള പല തെറ്റുകളും പഠിക്കാത്ത എനിക്ക് തിരുത്താൻ സാധിക്കുന്നുണ്ട്. എനിക്കത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്, അവരുടെ തെറ്റുകളാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നു, ചേച്ചി അതിൽ ചെറിയൊരു എററുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എല്ലാം പറയുമ്പോൾ, എന്നാൽ പിന്നെ മാഷിന് പോയി പഠിച്ചൂടെ എന്നുള്ള അവരുടെ ഒരു ചോദ്യം എന്നെ ചിത്രകല പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ചിത്രകല പഠിച്ചാലോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് എന്നെ നയിച്ചു. അങ്ങനെ എറണാകുളത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ചിത്രകല പഠിക്കാനായിട്ട് ചേർന്നു. 1 മാസത്തോളം കാലമാണ് സത്യത്തിൽ ഞാനവിടെ പോയത്. അതിനുശേഷം അവരെന്നെ പുറത്താക്കുകയാണ് ഉണ്ടായത്. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അവിടുത്തെ അധ്യാപകൻ വിചാരിച്ചു ഞാൻ വളരെ വലിയ ചിത്രകാരനാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി വന്നേക്കാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എനിക്ക് തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അത്യാവശ്യം വന്നു. വേറെ വഴിയില്ലാണ്ടായി. അങ്ങനെ സ്വന്തമായിട്ട് ചിത്രരചന എങ്ങനെയെല്ലാം ചെയ്യാം എന്നുള്ള പരീക്ഷണത്തിലായി. സാമ്പത്തികവും അത്ര വലുതൊന്നും അല്ലായിരുന്നു, പൈസയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ജോസഫ് ന്യൂട്ടൻ എന്ന് പറഞ്ഞ ഒരു ചിത്രകാരനെ കണ്ടുമുട്ടുന്നത്. ജോസഫ് ന്യൂട്ടൻ പോർട്രേറ്റ് ചിത്രകാരനാണ്. കലൂരിലാണ് വീട്. എൻ്റെ വീട് ആ സമയത്ത് എറണാകുളത്താണ്. അപ്പോൾ ഞാൻ ഈ ജോസഫ് ന്യൂട്ടനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് സൈക്കിളും ചവിട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് സാർ എന്നെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ 2 ദിവസം സാറ് പഠിപ്പിക്കാനൊന്നും സമയമില്ല, താൻ പുറത്ത് പോയിക്കോ, എനിക്ക് എൻ്റെ വർക്ക് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞ് നമ്മളെ പുറത്താക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ 3-ാമത്തെ ദിവസം പോയി കഴിഞ്ഞപ്പോൾ ജോസഫ് ന്യൂട്ടൻ സാർ പറഞ്ഞു, ശരി നാളെ മുതൽ വന്നോളൂ, കണ്ടീഷനുണ്ട്, ഒരു സാധനവും കൊണ്ടുവരരുത്, ഉച്ചയൂണ് ഇവിടുന്ന് കഴിക്കാവൂ, ഫീസ് പാടില്ല, വരയ്ക്കാനുള്ളതൊന്നും കൊണ്ടുവരണ്ട, ഞാൻ വരയ്ക്കും, താൻ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു 6 മാസത്തേക്ക് സാറ് വരച്ചുകൊണ്ടിരുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ചെറുപ്പത്തിലെ കഥകൾ പറഞ്ഞു തരുമായിരുന്ന അച്ഛനാണ് ഷെണായിയെ വായനയുടെ ലോകം പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നും കഥകൾ പറയുന്ന അച്ഛൻ സ്വന്തമായി സൃഷ്ടിച്ചെടുത്ത കഥാപാത്രങ്ങളും സംഭവങ്ങളുമായിരുന്നു കഥാരൂപത്തിൽ അച്ഛൻ പറഞ്ഞിരുന്നത്. ബോട്ടുചിട്ടിക്കടുത്തുള്ള ബേപ്പൂർ സുൽത്താൻ്റെ പുസ്തകക്കടയിൽ നിന്നും ചെറുപ്പത്തിൽ സ്ഥിരമായി പുസ്തകങ്ങൾ വാങ്ങിയിരുന്ന അച്ഛൻ എന്തുകൊണ്ടോ ഒന്നും കുത്തിക്കുറിച്ചിരുന്നില്ല. എന്നാലും വായന അതിശക്തമായിരുന്നു. സുഖമില്ലാതെ ഒരുപാട് കാലം വിശ്രമജീവിതം നയിച്ച അച്ഛൻ്റെ ഈ ഓർമ്മകൾ ഷെണായിയിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ടാകാം. പുള്ളിക്ക് മറ്റേ പഴയ പള്ളി മുസ്ലിം പള്ളികളിൽ പുള്ളിക്ക് നല്ല ഇതാണ്. ഇവിടെ കേരളത്തിലുള്ള മിക്ക പള്ളികളും പുള്ളിയുടെ വരയിലുണ്ട്. പുള്ളി വരച്ചിട്ടുണ്ട്. മിക്ക പള്ളി മറ്റേ നമ്മുടെ കൊടുങ്ങല്ലൂരിലെ പള്ളി, പിന്നെ ഇപ്പോൾ ഈ കോട്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഇതിൽ പുള്ളി വരച്ചിട്ടുണ്ട്. അതിലെ കാര്യങ്ങളൊക്കെ പറയും. പഴയ പള്ളിയാണ് കൂടുതലും പുള്ളിക്ക് താല്പര്യം.
അത് പുള്ളിയുടെ ഒരു ഇതാണ്, ഹോബിയാണ് അത്. ഇതിനു മുമ്പ് ഞാൻ ചോദിച്ചൊരു കാര്യമാണ്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പുള്ളി ഇത് വരുമ്പോൾ എന്നെയും വിളിക്കാറുണ്ട്, ഞാനും കൂടെ ചെല്ലാറുണ്ട്. പക്ഷെ എനിക്ക് പുള്ളിയുടെ വരയിൽ വളരെ വളരെ അധികം സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് അതിൽ എനിക്ക് വരയ്ക്കാൻ പറ്റാത്തത് പുള്ളി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കലാലയ ജീവിതവേളയിൽ വായനയോടൊപ്പം സഹപാഠികൾക്ക് വേണ്ടി പ്രണയലേഖനവും പ്രസംഗവും എഴുതുന്ന ജോലിയും ഷെണായി ഏറ്റെടുത്തിരുന്നു. ഒരു ലേഖനത്തിന് 2 ഉണ്ടംപൊരിയും 1 കാപ്പിയും, അതാണ് കണക്ക്. വയറു നിറയെ ഉണ്ടംപൊരിയും കാപ്പിയും ഷെണായി എന്നും സമ്പാദിക്കുമായിരുന്നു. കോളേജിൽ മാസം കൊടുക്കേണ്ടിയിരുന്ന ഫീസ് 16 രൂപ സ്വയം ട്യൂഷൻ എടുത്ത് കണ്ടെത്തി. സുഹൃത്തുക്കൾ പുകവലിച്ചൂതി വൃത്തരൂപം നിർമ്മിച്ച് തങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കുമ്പോൾ ഷെണായി കൂടുതൽ ഉണ്ടംപൊരികൾ സ്വന്തമാക്കിക്കൊണ്ടാണ് തൻ്റെ കഴിവ് പ്രദർശിപ്പിച്ചത്. പക്ഷേ ഷെണായി ഒരിക്കൽ പോലും തനിക്ക് വേണ്ടി പ്രേമലേഖനം എഴുതിയിട്ടില്ല. ഇതൊക്കെ കൊണ്ടുതന്നെ ഷെണായിക്ക് വിദ്യാഭ്യാസം ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. സാധാരണ 3 കൊല്ലം കൊണ്ട് തീരുന്ന ബിരുദ പഠനം ഷെണായി മനസ്സിരുത്തി 5 കൊല്ലം കൊണ്ടാണ് പഠിച്ചു തീർത്തത്. അച്ഛന് ഈ ചെറുപ്പകാലത്ത് തന്നെ ഈ ഡ്രോയിങ്ങിനോട് കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു. അപ്പോൾ ഇത് വരയ്ക്കുമായിരുന്നു. വീട്ടിൽ വേറെ ആർക്കും ഈ ഡ്രോയിങ്ങിനോട് അത്രയും അറ്റാച്ച്മെൻ്റ് ഇല്ല. പണ്ട് ഈ പറയുന്ന ബോൺ ആർട്ടിസ്റ്റ് എന്ന് പറയാം. കാരണം വീട്ടിൽ വേറെ അപ്പൂപ്പനോ അതോ വേറെ ആർക്കും ഈ വരയിലോട് അത്രയും താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അച്ഛൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ് ഈ കല. ഈ ജോസഫ് ന്യൂട്ടൺ സാറാണ് അച്ഛൻ്റെ അധ്യാപകൻ. സാറ് അച്ഛനെ കുറേ അധികം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ സാറിൻ്റെ പ്രയത്നവും മാത്രമല്ല അച്ഛൻ അതിൽ നിന്നും പഠിച്ചെടുത്ത വിദ്യകളും ഒക്കെ കൂട്ടിയിട്ട് അച്ഛൻ്റെ ഒരു പുതിയ രീതിയായിട്ടാണ് ഈ പെയിൻറ്റിങ്സ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും ഷെണായി വരച്ചിരുന്നു. കൂടെ പാശ്ചാത്യ സംഗീതത്തിലെ വാദ്യോപകരണമായ ഡ്രംസും പതിവായി പരിശീലിക്കുമായിരുന്നു. ഭക്തിഗാനമേളകൾ എന്ന് പറഞ്ഞു പോയിരുന്നത് നിശാ ക്ലബ്ബുകളിലെ ഫ്ലോർ ഡാൻസിന് ഡ്രംസ് വായിക്കുവാനായിരുന്നു. കിട്ടുന്ന തുച്ഛമായ സംഖ്യ കൃത്യമായും മുഴുവനായും തന്നെ വീട്ടിലെത്തിക്കുവാൻ ശ്രമിച്ചിരുന്നു ഷെണായി. അഭിമാനത്തോടെ എന്നും പറയുന്ന ഒന്നുണ്ട്, കുറേയധികം ബാറുകളിൽ ജോലി ചെയ്തിട്ടും ബിയർ പോലും ഞാൻ രുചിച്ചിട്ടില്ല. സാഹചര്യങ്ങളാണ് മനുഷ്യനെ മോശമാക്കുന്നത് എന്ന് പറയുമ്പോൾ ഷെണായി പറയുന്നത് സാഹചര്യങ്ങൾ പ്രലോഭിപ്പിക്കുക മാത്രമേ ഉള്ളൂ, മോശമാകുന്നത് സ്വയം എടുക്കുന്ന തീരുമാനത്തിലൂടെയാണ് എന്നാണ്. അതിന് സത്യത്തിൽ സാഹചര്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ കരുണാകരൻ സാറാണ് എൻ്റെ ആദ്യത്തെ എക്സിബിഷൻ ഇനോഗ്രേറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു 1996 അപ്പോൾ എൻ്റെ എക്സിബിഷൻ ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനല്ല. കരുണാകരൻ സാറിൻ്റെ കൊച്ചുമകനെ കരുണിനെ ഏകദേശം 2 കൊല്ലക്കാലം ഗണിതം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഇതുകൊണ്ടും കരുണിൻ്റെ ഒരു നിർബന്ധം കൊണ്ടുമായിരിക്കാം എത്ര തിരക്കുണ്ടായിട്ട് പോലും കരുണാകരൻ സാറും ഒരുപാട് രാഷ്ട്രീയക്കാർ ആ ചടങ്ങിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പരിപാടി രാഷ്ട്രീയമായിരുന്നില്ല, ചിത്രകല എക്സിബിഷൻ ആയിരുന്നു. അങ്ങനെ എൻ്റെ ഒന്നാമത്തെ എക്സിബിഷൻ തന്നെ പത്രങ്ങളിൽ നിറഞ്ഞു നിന്നു. പ്രതിപക്ഷ നേതാവും പരിവാരങ്ങളും അടങ്ങുന്ന ഒരു പടുകൂറ്റൻ നിര പ്രദർശനത്തിനെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ചിത്ര പ്രദർശനം ആഘോഷിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു നല്ല അഡ്വർടൈസ്മെൻ്റ് എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ എറണാകുളത്തുനിന്ന് ചില കാര്യങ്ങളാൽ കൊച്ചിയിൽ എൻ്റെ സ്വന്തം വീട്ടിലെത്താനുള്ള സാഹചര്യം ഉണ്ടായി. ഇവിടെ ഒന്ന് താമസിച്ചു. പിന്നെയാണ് ഞാൻ ഈ കാണുന്ന എൻ്റെ പുറകിൽ കാണുന്ന ഈ ഏകവർണ്ണ ഛായാചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മൊണോക്രോമാറ്റിക് സെപ്പിയ ഇൻ ഓയിൽസ്. ഇതിൻ്റെ പ്രത്യേകത ഇത് ഓയിൽ ചിത്രങ്ങളാണെന്നുള്ളതാണ്. സാധാരണ ഇപ്പോൾ ഓയിൽ പെയിൻ്റ് എല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. കാരണം ആക്രിലിക്കാണ് എല്ലാവർക്കും ആവശ്യം, ഓയിൽ വേണ്ട, ആർക്കും വേണ്ട. ഫംഗസ് വരും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് കണ്ടുപിടുത്തങ്ങൾ. പുതിയ യുവജനതയുടെ കണ്ടുപിടുത്തങ്ങൾ അതാണ്. അതിന് ഫംഗസ് വരും, അതുകൊണ്ട് നമുക്കത് വേണ്ട. അപ്പോൾ നൂറ്റാണ്ടുകളായി ഓയിൽ പെയിൻറ്റിങ് കൈകാര്യം ചെയ്യുന്നവരൊക്കെ
ഇത് അറിയാൻ പാടാത്തവരായിരുന്നു. അതുകൊണ്ടായിരിക്കും അവർ ഒരു പക്ഷേ മൈക്ലാഞ്ചലോ മുതലായിട്ടുള്ളവരൊക്കെ ഓയിൽ പെയിൻറ് ചെയ്തിരുന്നത്. ഇല്ലെങ്കിൽ അവരും അക്രിലിക് ചെയ്തേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാലം കടന്നുപോയി. കുടുംബസ്വത്തായി ലഭിച്ച ചെറിയ സ്ഥലത്ത് ഒരു കൊച്ചു വീടും വെച്ച് താമസം തുടങ്ങി. പ്രവൃത്തിമണ്ഡലം ചിത്രരചനയും സ്വകാര്യ ട്യൂഷനും മാത്രം. പഴമ എന്നും ഇഷ്ടപ്പെട്ടിരുന്ന ഷെണായിക്ക് പഴയ വീടുകൾ എന്നും ഒരു ഹരമായിരുന്നു. വെറുതെ കിട്ടുന്ന സമയമെല്ലാം തന്നെ ഇത്തരം വീടുകളും അന്വേഷിച്ച് കണ്ട് തൃപ്തിയടയുക എന്നത് ശീലമാക്കി നടന്ന ഷെണായിക്ക് അത് ചിത്രങ്ങളായി ക്യാൻവാസിൽ കോറിയിടുവാനും മറന്നില്ല. ആദ്യകാലങ്ങളിൽ സ്വയം നിർമ്മിച്ചെടുത്ത ക്യാൻവാസുകളിലായിരുന്നു രചന. ഒരു നിറത്തിൽ മാത്രമാണെങ്കിൽ ലാഭമായിരിക്കാം എന്നുള്ള വിചിത്രമായ കണ്ടെത്തൽ ഷെണായി ചിത്രങ്ങളെ തികച്ചും വ്യത്യസ്തങ്ങളാക്കി. അച്ഛൻ ഈ പ്രത്യേക ഒരു ശൈലി മൊണോക്രോമാറ്റിക് സെപ്പിയ ബ്രൗണ് മാത്രം ഉപയോഗിച്ച്, വെള്ള കളർ പോലുമല്ല, ഇത് ഒറ്റൊരു കളർ, അതും ഓയിൽ പെയിന്റ് ഒരേ കളർ ബ്രൗൺ കളർ വെച്ചിട്ട് മൊണോക്രോമാറ്റിക് സെപ്പിയ എന്നൊരു പുതിയ ശൈലി തന്നെ അച്ഛൻ നിർമ്മിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൽ 400-ൽ പരം ചിത്രങ്ങൾ ഇവിടെ അച്ഛൻ വരച്ചിട്ടുണ്ട്. കൂടുതലായിട്ടും വരയ്ക്കുന്നത് ഈ പഴയ ബിൽഡിങ്സ് ആണ്. കാരണം അതിൻ്റെ ആർക്കിടെക്ചർ നല്ല രസമുള്ളതാണ്. കൂടുതലും ഇവിടെ ഫോർട്ട് കൊച്ചി ഏരിയ മാത്രമല്ല, ഈ മുഴുവൻ കേരളത്തിലുള്ള ഒരുമാതിരി പഴയ നല്ല ബിൽഡിങ്സ് അച്ഛൻ വരച്ചിട്ടുണ്ട്. ഇരുണ്ട ബ്രൗൺ നിറത്തിലുള്ള ഒരു പ്രത്യേക ശൈലീ ചിത്രങ്ങൾ 100 കണക്കിന് പിറന്നത് ഒരുപക്ഷെ ഷെണായിയുടേത് മാത്രമായ രചനാ സമ്പ്രദായമാണ്. പുതുതായി കടന്നുവന്ന പഴമ തോന്നിപ്പിക്കുന്ന ഈ രചനാ സമ്പ്രദായം ലോകം ഏകദേശം ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. പുള്ളി പൊളിച്ചു പോണ ബിൽഡിങ്ങും ഈ പുതിയ ബിൽഡിങ്ങും കൂടി പുള്ളി ഫോട്ടോ ഇത് മറ്റേ വരയ്ക്കാറുണ്ട്. അത് പൊളിച്ച ബിൽഡിങ് അത് പൊളിച്ചു കഴിഞ്ഞാൽ പുതിയ വെക്കൂലേ, പുതിയത് വെക്കുമ്പോൾ അതും പുള്ളി അതേപോലെ വെക്കാറുണ്ട്. അത് പഴയത് പുതിയതെന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്. ഏകാന്തതയിലും ജനക്കൂട്ടങ്ങൾക്കിടയിലും വഴിയോരത്തും കാണികൾക്ക് കുറുകയിരുന്നും മറ്റും രചിച്ച ചിത്രങ്ങൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ചുവരുകളിൽ സ്ഥാനം പിടിക്കുന്നത് ഷെണായി കണ്ടു. ഇടനിലക്കാരുടെ കീശകൾ വീർക്കുമ്പോഴും ഷെണായിയുടെ പോക്കറ്റിലേക്ക് എത്തിയിരുന്നത് അല്ലറ ചില്ലറ മാത്രം. ആ സമയമെടുത്ത തീരുമാനമായിരിക്കാം ഒരിക്കലും ഇടനിലക്കാരെ വെച്ചുള്ള വിൽപ്പന നടത്തുകയില്ല എന്നുള്ളത്. ചിത്രങ്ങൾ കുമിഞ്ഞുകൂടിയപ്പോഴും ഒരിക്കൽ പോലും വിൽപ്പനയ്ക്കുണ്ട് എന്ന് പറഞ്ഞ് നടക്കുവാൻ ഷെണായി തയ്യാറായില്ല.